പ്രഭാഷണമാണ്. ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണത്തിനായി കിട്ടിയിരിക്കുന്നത് ഗുരുപദം TV ഓർഗനൈസർ ശ്രീ അനീഷാണ്. ശ്രീ അനീഷിനെ അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിലേക്ക് ഹാർദവമായി ഗുരുദേവ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. സർവ്വലോകത്തിനും അനുരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു അവസരം നൽകിയ സേവനം UK എല്ലാ ആളുകളെയും അതിൻ്റെ എല്ലാ സാരഥികളെയും സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ സൂം മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന ശ്രീ ബാബു ദാമോദരൻ അവരുകൾ, അദ്ദേഹത്തിന്റെ കുടുംബം, അതോടൊപ്പം തന്നെ ഇവിടെ ധാരാളം ഇപ്പൊ തന്നെ നമ്മുടെ ദീപാർപ്പണവും ഗുരുഷട്കവും ദൈവദശകവും വിനായകാഷ്ടവും ഒക്കെ ചൊല്ലിയ അവിടുത്തെ ഏറ്റവും സ്നേഹനിധികളായ കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഗുരുപദത്തിൽ ഇതിനു മുമ്പ് പെർഫോം ചെയ്തിട്ടുള്ള അനന്തും ഒക്കെ എനിക്ക് ശേഷം ഇവിടെ ബാഹുലേഷ്ടം ഒക്കെ ചൊല്ലാൻ വരുന്നുണ്ട്. അനന്തുവിനെ എനിക്ക് നേരിട്ട് പരിചയമുള്ളതുകൊണ്ടാണ് അനന്തുവിന്റെ പേരൂടെ ഞാൻ എടുത്തു പറഞ്ഞത്. അനന്തുവിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ശിവഗിരിയിൽ വെച്ചാണ്. ഞാൻ ശിവഗിരി ജോലി ചെയ്യുന്ന സമയത്താണ് അനന്തു അവിടെ വരുന്നതും അനന്ത് ബാഹുലേഷ്ടം ഒക്കെ ചെല്ലുന്നതും. വളരെ സന്തോഷത്തോടെയാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇതിനു മുമ്പ് ചൊല്ലിയ കുട്ടികളൊക്കെ ചൊല്ലിയപ്പോഴും അനന്തുവിനെ ഞാൻ അപ്പോഴും ഓർത്തു. വളരെ സന്തോഷം. എല്ലാവരെയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇനിയിപ്പം മെയ്യിൽ നടക്കാൻ പോകുന്ന മെയ് 2, 3, 4 സേവനം UK സംബന്ധിച്ച് ഏറ്റവും പ്രൗഢഗംഭീരമായ പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത്, ഹാർമണി. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം. ആ ലക്ഷ്യമാണ് സേവനം UKയും ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്നതിനെ കഴിഞ്ഞും ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ലോകത്തിലെത്തിക്കുവാൻ കഴിയും. ഗുരുവിന്റെ ദർശനം എത്തിക്കുവാൻ കഴിയും, ഗുരുവിന്റെ സ്വരൂപം എത്തിക്കുവാൻ കഴിയും എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലോട്ട് പോകുന്നത്. മുൻ രാഷ്ട്രപതിയെ UK എത്തിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ ലോകത്തിന്റെ ശ്രദ്ധയും കൂടി അവിടെ എത്തുന്നുണ്ട്. എല്ലാത്തിനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശിവഗിരിയിൽ നിന്ന് സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ട് അത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇങ്ങനെ ഒരു അവസരം എന്നെ സജീഷ് ചേട്ടനാണ് വിളിക്കുന്നത്. സജീഷ് ചേട്ടൻ വിളിക്കുമ്പോൾ ഇതിനു മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ട് സജീഷ് ചേട്ടൻ പലതവണ. ഇതുപോലെ പ്രോഗ്രാമിലേക്ക് ആരുടെയെങ്കിലുമൊക്കെ നമ്പറൊക്കെ ചോദിച്ചിട്ടായിരിക്കും സജീഷ് ചേട്ടൻ വിളിക്കാറ്. അപ്പൊ ഈ പ്രാവശ്യവും സജീഷ് ചേട്ടൻ എന്നെ ഇതുപോലെ വിളിച്ച്, ഇതുപോലെ നമ്മുടെ പ്രോഗ്രാം ഉണ്ട്, പ്രതിമാസ പഠന ക്ലാസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഞാൻ ചോദിച്ച 6 നമ്പർ ചേട്ടാ വേണ്ടേ എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഈ പ്രാവശ്യം 6 നമ്പർ വേണ്ട, അനീഷ് തന്നെ വരണം എന്ന് പറയുന്ന ഒരവസ്ഥ. എനിക്ക് എന്താ പറയാ, എനിക്ക് വളരെ അഭിമാനവും, എനിക്കറിയില്ല, ഭഗവാന്റെ അനുഗ്രഹമാണ്. അങ്ങനെ ഒരു ഇതിലോട്ട് ഇങ്ങനെയൊക്കെ വരാൻ പറ്റുമെന്നൊന്നും കരുതിയിട്ടല്ല ശരിക്കും ഗുരുപദത്തിന്റെ കാര്യങ്ങളിലോട്ട് കടന്നത്. എന്തായാലും ഇന്ന് ഈ ഒരു അവസരത്തില് സേവനം UK എന്താ പറയുന്നത്, അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തുന്ന ഈ അവസരത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതും ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എനിക്ക് ഈ സേവന UKയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പ്രകാശ് ചേട്ടനെ എനിക്ക് നേരത്തെ അറിയാം, ബൈജു ചേട്ടനെ എനിക്ക് നേരത്തെ അറിയാവുന്ന, വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളുകളാണ് ഇവരൊക്കെ. അതോടൊപ്പം തന്നെ സിബിച്ചേട്ടൻ എൻ്റെ റിലേറ്റീവ് കൂടാണ്. വാണി ശ്രീ സിബി, അവരെല്ലാം എൻ്റെ റിലേറ്റീവാണ്. അങ്ങനെ ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങളുള്ള ഒരു സംവിധാനമാണ്. എന്തായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ ഇങ്ങനെ മറ്റു കാര്യങ്ങളിലോട്ട് പറഞ്ഞു പോവാതെ ഗുരുവിന്റെ ദർശനം അല്ലെ ഗുരുവിനെ കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് സംവദിക്കാം. എൻ്റെ കടമയും അത് തന്നെയാണല്ലോ. തീർച്ചയായിട്ടും എൻ്റെ കടമയിലോട്ട് ഞാൻ കടക്കട്ടെ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഇവിടെ എന്നെ പരിചയപ്പെടുത്തി, ഞാൻ ഗുരുപദം TVയുടെ ഓർഗനൈസറാണ് എന്നൊക്കെ പരിചയപ്പെടുത്തി.
ഇപ്പൊ ഞാൻ ഗുരുപദൻ ടിവിയിലെ ഓർഗനൈസർ ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ മിക്കവാറും വീഡിയോകളൊക്കെ ഇടുമ്പോഴൊക്കെ ഞാൻ കൂടുതൽ അതിനകത്ത് കമന്റുകളൊക്കെ നമുക്ക് കിട്ടുന്നത്, ആരാ പറഞ്ഞത് ഗുരു ദൈവമാണ്, അല്ലെ ഗുരുവിനെ ഈശ്വരനായിട്ട് പൂജിക്കാൻ ആരെങ്കിലും പറഞ്ഞു, ഗുരു ഈശ്വരനാണോ എന്നൊക്കെയുള്ള തരത്തിലുള്ള ധാരാളം കമന്റുകളും എന്നും എല്ലാ ദിവസവും രാവിലെ ഫോൺ തുറക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് മറുപടി എങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗുരുവിനെ ഈശ്വരനായിട്ട് കാണാൻ കഴിയുക എന്നതാണ് നമ്മളുടെ ഇന്നത്തെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം. ഇങ്ങനെ ചർച്ച ചെയ്യാം, നമുക്ക് ആ ഒരു വിഷയം നമുക്ക് ഇന്നൊന്ന് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗുരുവിനെ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, നമുക്ക് ഇപ്പം ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്നു ഗുരു സാമൂഹിക പരിഷ്കർത്താവാണെന്ന്. നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഗുരു സാമൂഹിക പരിഷ്കരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ സാമൂഹിക പരിഷ്കർത്താവ് മാത്രമാണോ എന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം. അതുപോലെ ഓരോരുത്തർക്കും പറയാം ഗുരു ഫിലോസഫറാണ്. ഗുരു ഫിലോസഫർ മാത്രമല്ല, ഗുരു ഇപ്പൊ ഈ സാമൂഹിക പരിഷ്കരണവും ചെയ്തിട്ടുണ്ട്, ഫിലോസഫറായിട്ട് ചെയ്തിട്ടുണ്ട്, ധാരാളം ആളുകളുടെ രോഗങ്ങള് ദുരിതങ്ങളൊക്കെ മാറ്റി നൽകിയിട്ടുണ്ട്, ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു മനുഷ്യന്റെ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കാമോ ആ മേഖലകളിലെല്ലാം പ്രവർത്തിച്ച ആളാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. നമുക്കത് ഗുരുവിനെ എങ്ങനെയാണ് ഗുരുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഈശ്വരനായിട്ട് കണ്ടത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യും. അതാണ് ഞാൻ ഇന്നത്തെ ഇങ്ങനെ ഒരു ക്ലാസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ അതാണ് ചർച്ച ചെയ്യണമെന്നൊന്ന് ആഗ്രഹിച്ച കാര്യം. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അരുവിപ്പുറത്ത് തപസ് ചെയ്യുവാനായിട്ട് എത്തിയ ഒരു സമയത്ത്, ഏതാണ്ട് 1983, 84, 85 ആ ഒരു കാലഘട്ടമാണല്ലോ. 1888 ശിവപ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പായിട്ട് അരുവിപ്പുറത്ത് എത്തിയ ഒരു സമയത്ത് ശ്രീനാരായണ ഗുരുദേവനോട് ഒപ്പം ചേരുവാൻ ഭാഗ്യം ലഭിച്ച, പിന്നീട് ഗുരുവിന്റെ പ്രഥമ സന്യസ്ത ശിഷ്യനായി മാറുവാനും അതിലൂടെ ലോകം മുഴുവൻ അറിയപ്പെടുവാനും കാരണഭൂതനായിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റി നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ശിവലിംഗദാസ് സ്വാമികൾ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ പ്രഥമ സന്യസ്ത ശിഷ്യനായ ശിവലിംഗദാസ് സ്വാമികൾ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് മാരായമുട്ടം എന്ന സ്ഥലത്ത് മണ്ണാത്തല എന്ന നായർ തറവാട്ടിൽ ജനിച്ച കൊച്ചപ്പിപ്പിള്ള, കുഞ്ചു എന്ന വിളിപ്പേരുണ്ടായിരുന്ന കൊച്ചപ്പിപ്പിള്ള പിന്നീട് ഗുരുവിന്റെ സന്നിധിയിലെത്തുകയും ഗുരുവിനോട് ചേർന്ന് പിന്നെ സന്യാസിയായ സമയത്ത് ശിവലിംഗദാസ സ്വാമിയായി മാറുകയും ചെയ്ത ആളാണ് നമ്മളുടെ ശിവലിംഗദാസ് സ്വാമികൾ. ശിവലിംഗദാസ് സ്വാമിയുടെ യുക്തിയുടെയും അനുഭവത്തിന്റെയും ശാസ്ത്രത്തിന്റെയും വെളിച്ചത്തിൽ നമുക്ക് കൃത്യമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ ആര് എന്ന് നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. ഇല്ലേ? ഇന്നിവിടെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയ ഗുരുശക്തത്തിലൂടെ കൃത്യമായിട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ സ്വരൂപം ശിവലിംഗദാസ് സ്വാമികൾ ഒരു മറയുമില്ലാതെ പേര് കൂടി ചേർത്ത് തന്നെ നമുക്ക് പറഞ്ഞു തന്നു. അല്ലേ? നമ്മൾ ഇന്നിവിടെ ചൊല്ലിയതാണ് ഓം ബ്രഹ്മണേ മൂർത്തിമതേ സിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇല്ലേ? ഓം ബ്രഹ്മണേ മൂർത്തിമതി. ബ്രഹ്മത്തിന് മൂർത്തി ഭാവം ഉണ്ടാവുകയാണെങ്കിൽ, അതിനൊരു രൂപം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഒരു മനുഷ്യരൂപം പ്രാപിച്ച ബ്രഹ്മത്തിന് ഏത് പേര് വിളിക്കും? നാരായണ യതീന്ദ്രൻ എന്ന് തന്നെ വിളിക്കാമെന്ന് സ്വാമി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശ്രുതാനാം ശുദ്ധിഹേതവേ എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആശ്രയിക്കുന്നവർക്ക് ശുദ്ധി വരുത്തുന്ന കാരണഭൂതനായിട്ടുള്ള നാരായണ യതീന്ദ്രനെ ശിവലിംഗദാസ് സ്വാമി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒരു മറയില്ലാതെ കേട്ടോ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ആ ഒരു ഗുരുഷക്കത്തില് എല്ലാം വളരെ കൃത്യമായിട്ട് ഗുരുവിന്റെ ഗുരുസ്വരൂപത്തെ നമുക്ക് ശിവലിംഗദാസ് സ്വാമി കാണിച്ചു തരുന്നുണ്ട്. ഇല്ലേ? അതിനകത്ത് ലാസ്റ്റിലോട്ട് വരുമ്പോഴോ യസ്യനഹ കൽപ്പതേ സിദ്ധൈ പദാംബുജ രജോലവ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗുരുവിന്റെ പാദത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ചെറിയ പൊടി, ആ ഒരു പൊടി കൊണ്ട് പോലും നമുക്ക് മോക്ഷം പ്രാപിക്കാൻ കഴിയുമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നില്ലേ ശിവലിംഗദാസ് സ്വാമി? ഏതാണ്ട് 36 വർഷക്കാലം ഗുരുവിനൊപ്പം
ഗുരുവിന്റെ എല്ലാ കാര്യങ്ങളിലും ഗുരുവുമായിട്ട് ചേർന്ന് ഗുരുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഗുരുവിന്റെ കൂടെ നിന്ന ഗുരുവിന്റെ നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഗുരുവിനോടൊപ്പം കൂടിയതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. ഗുരുവിന്റെ ഏറ്റവും കൂടുതൽ വാത്സല്യം അനുഭവിക്കുവാൻ കാരണം കിട്ടിയിട്ടുള്ള ആളാണ്. ചെറുപ്പത്തിലെ തന്നെ ഗുരുവിനോട് 12 വയസ്സാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഗുരുവും ശിവലിംഗദാസൻ സ്വാമിയുടെ പ്രായവും തമ്മിലാണ്ട് 12 വയസ്സിന് വ്യത്യാസം. അങ്ങനെ ആ ശിവലിംഗദാസ്വാമിയാണ് പിന്നീട് ഗുരുവിന്റെ പ്രഥമ സന്യസ്ത ശിഷ്യനായി ഏതാണ്ട് 1919 ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ സമാധിസ്ഥനാവുന്നത് വരെ ഗുരുവിനോടൊപ്പം ചേരുവാൻ, ഗുരുവിന്റെ ആ ഒരു തഴുകല്, തലോടല് എല്ലാം ലഭിച്ച ഒരു സന്യാസി ശിഷ്യനാണ്. കൃത്യമായിട്ട് ഗുരുവിനെ നമുക്ക് വരച്ചു കാട്ടി തരുന്നുണ്ട്. ശിവലിംഗദാസ്വാമി ആകെ ഒരു കൃതിയൊന്നുമല്ല എഴുതിയിട്ടുള്ളത്, ഏതാണ്ട് 34ഓളം കൃതികൾ ശിവലിംഗദാസ്വാമികൾ എഴുതിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം ഉത്തമയായ സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു തരുന്ന രീതിയിൽ, എങ്ങനെ ആയിരിക്കണം ഒരു നല്ല ഉത്തമയായ സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു തരുന്ന സ്ത്രീ മിത്ര ശതകം എന്ന കൃതി ശിവലിംഗദാസ്വാമി എഴുതിയിട്ടുണ്ട്. നമ്മളാകെ 1-2 കൃതികളാണ് നമ്മൾ ചെല്ലാറല്ല പഠിക്കാറുള്ളത്. പക്ഷെ അതുപോലെ തന്നെ ആത്മോപദേശ ശതകത്തിന് അതിന്റെ ചുവട് പിടിച്ച് അതുപോലെ തന്നെ ബാലവിജ്ഞാപനം എന്ന് പറയുന്ന കൃതിയും ഏതാണ്ട് അങ്ങനെയുള്ള 34ഓളം കൃതികൾ ശിവലിംഗദാസ്വാമികൾ എഴുതിയിട്ടുണ്ട്. നമ്മളാകെ 1-2 കൃതികളാണ് നമ്മൾ പഠിക്കാറുള്ളത്. നമ്മൾ ഇങ്ങനെയുള്ള ഗുരുവിന്റെ ശിഷ്യന്മാരുടെയും ഗൃഹസ്ഥരായിട്ടുള്ള ശിഷ്യരുടെയും ഗുരുവിന്റെ സമകാലീനരായിട്ടുള്ള ആളുകളുടെയും ഒക്കെ കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കണം. ഗുരുവിനെ പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് അവരെയും പഠിക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും നമുക്ക് ഗുരുവിന്റെ ആ ഒരു സ്വരൂപം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ശിവലിംഗദാസ്വാമി. ശിവലിംഗദാസ്വാമി നമുക്ക് കൃത്യമായിട്ട് പറയുന്നു, ബ്രഹ്മത്തിന് മൂർത്തിഭാവം പ്രാപിച്ച നാരായണ ഗുരുവാണ്. അല്ലെ, കൃത്യമല്ലേ പറയുന്നേ? ഓം ബ്രഹ്മണേ മൂർത്തിമതി സിദ്ധാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് ഗുരുവിന്റെ ഗുരുസ്വരൂപത്തെ നമുക്ക് കൃത്യമായിട്ട് കാട്ടിത്തരുന്നുണ്ട് ശിവലിംഗദാസ്വാമി. ഇനിയും അടുത്ത ഒരു സന്യസ്ത ശിഷ്യനെ നമുക്ക് പരിചയപ്പെടാം. ശിവലിംഗദാസ്വാമിയെ പോലെ ശിവലിംഗദാസ്വാമി ആദ്യത്തെ സന്യസ്ത ശിഷ്യനാണെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് ഗുരുവിന്റെ അനന്തരഗാമിയാകുവാൻ ഭാഗ്യം ലഭിച്ച ഒരാളുണ്ട്. ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ. നമ്മൾ ശിവഗിരി മഠത്തിന്റെ പടവുകൾ കയറി, ശാരദാ മഠത്തിന്റെ പടവുകൾ കയറി വൈദിക മഠത്തിലെത്തി. വൈദിക മഠത്തിൽ നിന്ന് മഹാസമാധിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവിടെ ഇടത് സൈഡിലായിട്ട് വിശ്രമം കൊള്ളുന്ന ഒരാളുണ്ട്. എല്ലാവരും ഇവിടെ ശിവഗിരിയിലൊക്കെ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബോധാനന്ദ സ്വാമികൾ. ബോധാനന്ദ സ്വാമിനെ പറ്റി ശ്രീനാരായണ ഗുരുദേവൻ ഒരു കമന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗുരു ഒരു ശിഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു പുരസ്കാരം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു വലിയൊരു കമന്റ്. ബോധാനന്ദ സ്വാമിയെ ഈ ലോകം അറിയുന്നിടത്തോളം കാലം ആ കമന്റ് അതുപോലെ തന്നെ നിൽക്കും എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ബോധാനന്ദ സ്വാമിയെ നമുക്ക് പഠിക്കാൻ കൂടുതൽ ആർജവം തരുന്ന ഒരു കാര്യം. ബോധാനന്ദ സ്വാമിയോട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു കമന്റ്, ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലല്ലോ എന്നാ. ഗുരുവിന്റെ ശിഷ്യനാണ്. ഒരു ശിഷ്യനെ പറ്റി ഗുരു പറഞ്ഞ കമന്റാണ്, ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലല്ലോ എന്ന്. അപ്പൊ നമ്മൾ ബോധാനന്ദ സ്വാമിയെ പഠിക്കാൻ തയ്യാറാവണം. ബോധാനന്ദ സ്വാമിയെ പഠിക്കാൻ തയ്യാറാവുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കാം ഗുരു അങ്ങനെ ഒരു ആശയം, അല്ലെ അങ്ങനെ ഒരു കമന്റ്, അങ്ങനെ ഒരു അഭിപ്രായം ബോധാനന്ദ സ്വാമിയെ പറ്റി പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവും. ഏതാണ്ട് 1912 ശാരദാ മഠത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുവിന്റെ സന്യസ്ത ശിഷ്യ പരമ്പരയിൽ അംഗമാവുകയും പിന്നീട് 1926 മെയ് മാസം 3-ാം തീയതി ആറ്റിങ്ങൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചിട്ട് നമ്മളുടെ ബോധാനന്ദനിലൂടെ നമ്മളുടെ പരമ്പര തുടരും എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുകയും ചെയ്ത വിൽപത്രം എഴുതി വെച്ച് ബോധാനന്ദനിലൂടെ നമ്മുടെ പരമ്പര തുടരുമെന്ന് പറഞ്ഞ് ഗുരു അനുഗ്രഹിച്ച് ആശീർവദിച്ച് അനന്തരഗാമിയാക്കിയ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ. ബോധാനന്ദ സ്വാമി ഗുരുവിനെ ആദ്യം കാണുന്നത് ഈ 1912 1908 നമ്മുടെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടുപേരും തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത്, ഗുരുവും ബോധാനന്ദ സ്വാമിയും.
അവിടെയും നമ്മൾ പഠിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ബോധാനന്ദ സ്വാമി ക്ഷേത്രത്തിലെ കാര്യങ്ങൾ, ക്ഷേത്രധ്വംസനവും വിഗ്രഹാരാധനയെയൊക്കെ എതിർത്തിട്ടുള്ള ആളാണ് ബോധാനന്ദ സ്വാമി 1908. അപ്പം ധർമ്മപട സംഘം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘം തന്നെ രൂപീകരിച്ച് അത്യാവശ്യം ഈ ക്ഷേത്രങ്ങള് നമ്മളുടെ അയിത്തവും അനാചാരങ്ങളും കൂട്ടുന്ന സംവിധാനമാണ്, ഇതൊന്നും വേണ്ട, ഇങ്ങനെയുള്ള വിഗ്രഹാരാധനകളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി വിഗ്രഹാരാധനയെ എതിർത്തിരുന്ന, നഖശിഖാന്തം എതിർത്തിരുന്ന ഒരു വ്യക്തിത്വമാണ് ബോധാനന്ദ സ്വാമി 1908 കാലഘട്ടത്തിൽ. അങ്ങനെ തലശ്ശേരിയിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തുന്നത് അറിഞ്ഞ് അതിനെ തടയാനും അതിനെതിരെ പ്രചരണം നടത്തുവാനുമായിട്ട് തലശ്ശേരിയിലെത്തിയ ആളാണ് ബോധാനന്ദ സ്വാമി. അങ്ങനെ ബോധാനന്ദ സ്വാമി തലശ്ശേരിയിലെത്തി തലശ്ശേരിയിൽ ഒരു വലിയ പ്രചരണം തന്നെ വിഗ്രഹാരാധനയ്ക്കെതിരെയും അവിടെ പ്രതിഷ്ഠ നടത്തുന്നതിന് എതിരെയും ഒക്കെ ഒരു വലിയ പ്രചരണം നടത്തുകയും ആ പ്രചരണത്തിൽ അവിടുത്തെ ആളുകൾ, അന്നത്തെ അവിടുത്തെ സംഘാടകര്, ഇപ്പൊ തന്നെ നമ്മളൊരു പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എങ്ങനെയൊക്കെയാണെന്ന്, അല്ലെ? നമ്മൾ ഓരോ പ്രോഗ്രാമുകൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന കാര്യങ്ങളും മറ്റ് സംവിധാനങ്ങളെ പറ്റിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അന്ന് നമ്മുടെ മൂർക്കോത്ത് കുമാരനും വരദൂർക്കാണിയിൽ കുഞ്ഞിക്കണ്ണനും ഒക്കെ, കൊറ്റിയത്ത് രാവണ്ണി മാഷും ഒക്കെ, അവരെല്ലാവരും കൃത്യമായിട്ട് ഈ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് കുറെ വർഷങ്ങളായിട്ട് അതിന്റെ തിരക്കിലാണ്. അതിന്റെ പിരിവ് കാര്യങ്ങള് വലിയ ബുദ്ധിമുട്ടിലൊക്കെയാണ് അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിന്റെ പ്രതിഷ്ഠാ സമയത്ത് ഭഗവാൻ തലശ്ശേരിയിൽ എഴുന്നള്ളി പ്രതിഷ്ഠയുടെ സമയമാകുന്ന സമയത്താണ് അതിനെതിരെ ഒരു പ്രചരണം നടക്കുന്നത്. അപ്പൊ സംഘാടകരെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസാന നിമിഷം ഒരു ആവശ്യമില്ലാതെ വിഗ്രഹാരാധനയൊന്നും വേണ്ട, അത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടത്തുമ്പോൾ സംഘാടകരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആ സംഘാടകര് ഓടിച്ചെന്ന് ബോധാനന്ദ സ്വാമിയെ കാണുന്നുണ്ട്. സ്വാമി ചതിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുമായിട്ടൊരു സംവാദം ഉണ്ടാകുന്നു. പക്ഷെ ഒരു രീതിയിലും ബോധാനന്ദ സ്വാമി അടുക്കുന്ന ലക്ഷണമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവര് പറയുന്നത്, ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ തലശ്ശേരിയുടെ മണ്ണിൽ വിശ്രമിക്കുന്നുണ്ട്, സ്വാമി വന്ന് ശ്രീനാരായണ ഗുരുദേവനെ കാണണം, ഗുരുവുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഗുരുവിനെ കാണാൻ തലശ്ശേരിയുടെ മണ്ണിലെത്തുന്ന ആളാണ് ബോധാനന്ദ സ്വാമി. വിഗ്രഹം പ്രതിഷ്ഠിക്കരുതെന്ന് പറയുവാൻ, അല്ലെ ഗുരുവിനോട് തർക്കിക്കുവാൻ വേണ്ടി തലശ്ശേരിയുടെ മണ്ണിൽ വിശ്രമിക്കുന്ന ഗുരുവിന്റെ അടുക്ക് എത്തുന്ന ബോധാനന്ദ സ്വാമി ഗുരുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നിട്ട് ദീർഘദണ്ഡ നമസ്കാരം നടത്തി തിരിച്ചു പോകുന്ന ഒരു ചരിത്രം നമുക്ക് ബോധാനന്ദ സ്വാമിയെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും. ആ ബോധാനന്ദ സ്വാമിയാണ് പിന്നീട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ഗുരുവിന്റെ പഞ്ചലോക വിഗ്രഹം ആ തലശ്ശേരിയുടെ മണ്ണിൽ തന്നെ പ്രതിഷ്ഠിച്ചത് എന്നതും കാലത്തിന്റെ കാവ്യനീതി എന്നല്ലാതെ നമുക്ക് വേറെ എങ്ങനെയായിരിക്കും അതിനെ പറയാൻ പറ്റുക? വിഗ്രഹാരാധനയെ എതിർത്ത, നഖശിഖാന്തം എതിർത്ത, ഒരു രീതിയിലും വിഗ്രഹം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ബോധാനന്ദ സ്വാമി തന്നെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ വിഗ്രഹം തലശ്ശേരിയുടെ മണ്ണിൽ പ്രതിഷ്ഠിച്ചു. ചരിത്രമാണ്. ഇപ്പോഴും നമുക്ക് തലശ്ശേരിയിൽ ചെന്നാൽ അതെല്ലാം കാണാം. ക്ഷേത്രാരാധന രീതിയിൽ തന്നെ ആ വിഗ്രഹവും അവിടെ പൂജിച്ചും പ്രാർത്ഥിച്ചും വരുന്നുമുണ്ട്. അങ്ങനെ പിന്നീട് അതിനുശേഷം പെരിങ്ങോട്ടുകരയിൽ 4 വർഷത്തോളം ശിവലിംഗദാസ് സ്വാമിയോടൊപ്പം താമസിക്കുവാനും ബോധാനന്ദ സ്വാമിക്ക് പറ്റി. അതിനുശേഷം പിന്നീടാണ് ശിവഗിരിയിൽ 1912 ശാരദാ പ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുവിന്റെ സന്യസ്ത ശിഷ്യ പരമ്പരയിൽ ചേരുകയും ആ ചേരുന്ന സമയത്തും ഏതാണ്ട് ബോധാനന്ദ ഗിരി മണ്ഡലേശ്വരൻ എന്നായിരുന്നു ബോധാനന്ദ സ്വാമിയുടെ പേര്. ഏതാണ്ട് വ്യവസ്ഥാപിതമായ 500-ലധികം സന്യസ്ത ശിഷ്യന്മാരുണ്ടായിരുന്ന ആളാണ് ബോധാനന്ദ സ്വാമി എന്നും കൂടി നമ്മൾ ഓർക്കണം. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ സന്യസ്ത ശിഷ്യരായിട്ടുള്ളവരുടെ എണ്ണം വളരെ കുറവായിരിക്കാം. അതിനെ കഴിഞ്ഞും ഒരുപാട് ഇരട്ടി ആളുകൾ കൂടുതലുള്ള സന്യാസ ശിഷ്യന്മാരുണ്ടായിരുന്ന ഗുരുവാണ് ബോധാനന്ദ സ്വാമി. ആ ഗുരുവാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന് ശിഷ്യത്വം സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയും കൂടി ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ബോധാനന്ദ സ്വാമി ഉള്ളത്. അപ്പൊ ആ ബോധാനന്ദ സ്വാമിയെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ വാടാനപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ബോധാനന്ദ സ്വാമിയുടെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. തൃശ്ശൂർ വാടാനപ്പള്ളിയിൽ വയക്കാട്ടിൽ ശങ്കരന്റെ ഭവനം നമ്മൾ പലരും പോയി കണ്ടിട്ടുള്ളതായിരിക്കാം, നമ്മൾ കാണേണ്ടതാണ്. ഇപ്പോഴും അവിടെ
ശങ്കരന്റെ 2 തലമുറ ഇപ്പുറത്ത് ബാലഗോപാലേട്ടനൊക്കെ ആ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. അവർ അനുഷ്ഠാനങ്ങളുമായി അവിടെ കൃത്യമായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പൊ ചെന്നാലും നമുക്ക് ബാലഗോപാലേട്ടൻ നമുക്ക് അതിന്റെ കഥകളും കാര്യങ്ങളും ഒക്കെ ശങ്കരന്റെ ചെറുമകനിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ചരിത്രമുള്ള വാടാനപ്പള്ളി, അവരുടെ വീടെന്ന് പറയുന്നത് കടലിന്റെ അടുത്താണ്. കടല് വളരെ അടുത്താണ് കടല്. അപ്പൊ കടലിനോട് ചേർന്ന് ഉള്ള വീട്ടിൽ അവർ താമസിച്ചു വരികയും ഒരു തവണ വാടാനപ്പള്ളി ആ ഭാഗങ്ങളിൽ മുഴുവൻ കടൽക്ഷോഭം ഉണ്ടാവുകയും കുഴിപ്പൻ തിര എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, അതായത് തിരയടിക്കും, തിരിച്ചു പോകുമ്പോൾ അത്ര അടുത്ത മണ്ണ് അങ്ങ് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസം അവിടെ ഉണ്ടാവുകയും ഇവരുടെ സ്ഥലം മുഴുവൻ ഇങ്ങനെ ഓരോ തിര വരുമ്പോഴും കുറേ സ്ഥലം കൊണ്ടുപോകും. തെങ്ങ് ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ഇത്ര നല്ല വളരെ മനോഹരമാണ്. ഇപ്പോഴും ചെന്നാലും നമുക്കതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ തെങ്ങടക്കം ഇതിനെ അങ്ങ് കൊണ്ടുപോകും. അങ്ങനെ 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 ഏകദേശം അവരുടെ വീടിനോട് അടുപ്പിച്ച് വസ്തുവിന്റെ പകുതി മുക്കാലും കടല് കൊണ്ടുപോയി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അവസാനം ഇനി രക്ഷയൊന്നുമില്ല, മിക്കവാറും നമ്മുടെ വീടും പോകും. ഒരു ദിവസം കൂടെ ഒക്കെ സമയമുള്ളെങ്കിൽ നമ്മുടെ വീടും കൂടെ പോകുന്ന അവസ്ഥയിൽ വരെ എത്തി നിൽക്കുമ്പോൾ ശങ്കരൻ നേരത്തെ ഗുരുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവന് തൃപാദങ്ങളെ പറ്റി ശങ്കരൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, വേറെ പരിചയമൊന്നുമില്ല. അങ്ങനെ ശങ്കരൻ അവസാന അവസ്ഥയിൽ ശങ്കരന്റെ ഭാര്യയുടെ അടുക്ക പറയുന്നുണ്ട്, എന്തായാലും ഗുരുദേവ തൃപ്പാദങ്ങൾ തൃശ്ശൂര് നമ്മളുടെ കൂർക്കഞ്ചേരി ക്ഷേത്ര മാഹേശ്വര ക്ഷേത്ര സന്നിധിയിൽ വിശ്രമിക്കുന്നുണ്ട് എന്നൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഗുരുവിനെ കാണാൻ പോവുകയാണ്. ഈ ഒരു അവസരത്തെ ഇനി വേറെ നമുക്ക് ആരുമില്ല രക്ഷയ്ക്ക്. എന്തായാലും ഞാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറയുന്നുണ്ട്, പ്രകൃതിയുടെ കാര്യമല്ലേ, ഗുരുവിന്റെ അടുക്ക പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഭാര്യ സാധാരണ എല്ലാവരും ചോദിക്കുന്ന പോലെ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും ശങ്കരൻ പറയുന്നുണ്ട്, ഇല്ല ഇനിയും ഗുരുവിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു സൈഡിൽ കടലാണെങ്കിൽ ആ വീടിന്റെ നേരെ മുമ്പ് വശത്ത് കായലാണ്. കായലിലൂടെ വള്ളത്തിൽ തൃശ്ശൂർ ചെല്ലുന്നു. അങ്ങനെ ഗുരു വിശ്രമിക്കുന്ന ആ സ്ഥലത്ത് എത്തി ശങ്കരൻ. ഇപ്പൊ ശങ്കരൻ എത്തിയപ്പോൾ ഗുരുവിന്റെ അടുക്കലേക്ക് രണ്ടുപേരും ഓടി വന്നിട്ട് പറയുന്നു, ഇതുപോലെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് സ്വാമി എന്ന് പറയുന്നു. അങ്ങനെ സ്വാമി അനുവാദം കൊടുക്കുന്നു. ശങ്കരൻ ഗുരുവിന്റെ മുന്നിൽ വന്ന് തന്റെ വിഷമങ്ങളൊക്കെ പറയുന്നു. ഇതുപോലൊക്കെയുള്ള തിര വന്നു, എന്റെ സ്ഥലം മുഴുവൻ പോയി, ഇനിയിപ്പോ വീടും കൂടി ഇപ്പൊ പോവും, ഗുരു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ ഗുരു ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, പ്രകൃതിയുടെ കാര്യമല്ലേ ശങ്കര, നാം എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. ഭാര്യ ചോദിച്ച അതേ ചോദ്യം ഗുരു വിത്ത് ഒരു പേരൂടെ ചേർത്ത് ഗുരു ചോദിക്കുന്നുണ്ട്, പ്രകൃതിയുടെ കാര്യമല്ലേ ശങ്കര, നാം എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ശങ്കരൻ തിരിച്ച് മറുപടി പറയുന്നു, ഒട്ടും ആശങ്കയില്ലാതെ പറയുന്നു, അങ്ങയ്ക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ, സ്വാമിയെ കൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്നു. അപ്പൊ ഗുരു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എല്ലായിടത്തും ഗുരു ചോദിക്കാറുള്ള, നിനക്ക് നമ്മെ വിശ്വാസമോ ശങ്കര എന്ന് ചോദിക്കുന്നുണ്ട്. ശങ്കരൻ തിരിച്ച് മറുപടി പറയുന്നുണ്ട്, പരിപൂർണ വിശ്വാസമാണ്, സ്വാമി നിരൂപിച്ചാൽ മാത്രമേ ഇനി എന്തെങ്കിലും ഒരു സാധ്യത ഉള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവനും അവർ തമ്മിലുള്ള സംസാരമൊക്കെ കഴിയുമ്പോൾ ബോധാനന്ദ സ്വാമിയെ വിളിച്ചിട്ട് ബോധാനന്ദ സ്വാമിയോട് ആ തിരയടിക്കുന്ന ആ കടലിന്റെ തീരത്ത് പോയി കിടന്നുകൊള്ളാൻ ഗുരു ആജ്ഞാപിക്കുന്നുണ്ട്. ഗുരുവിന്റെ ആജ്ഞ ശിരസ്സ വഹിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഇന്നത്തെ കാലത്ത് നമ്മളുടെ മക്കളുടെ അടുക്കൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരെന്തെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ ചെയ്യുമോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കേസാണ്, അല്ലെ? അങ്ങനെയുള്ള ആ ഒരു അവസരത്തിൽ ബോധാനന്ദ സ്വാമി തിരിച്ചൊരു മറുപടിയും ഇല്ല, നേരെ പോവുക, അവിടെ ചെല്ലുക, നേരെ അവിടെ പോയി കിടക്കുക. ആളുകളൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും ബോധാനന്ദ സ്വാമി അത് ചെയ്യാതെ ആ കടൽ തീരത്ത് പോയി കിടക്കുന്ന ഒരു ചരിത്രം നമുക്ക് കൃത്യമായിട്ട് കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. അങ്ങനെയുള്ള ബോധാനന്ദ സ്വാമി, എന്തുകൊണ്ടായിരിക്കാം ബോധാനന്ദ സ്വാമി അന്ന് അങ്ങനെ ഗുരു പറഞ്ഞപ്പോൾ കടലാണ്, അപകടമുള്ള സ്ഥലമാണ്, എന്നിട്ടും ഒരു വാക്ക് പോലും മറുപടി പറയാതെ പോയി കിടന്നത്? ഗുരുവിനെ കൃത്യമായിട്ട് ബോധാനന്ദ സ്വാമി മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ബോധാനന്ദ സ്വാമിക്ക് തിരിച്ചൊരു മറുപടി പോലും പറയാതെ ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് ചെന്നത്. ഗുരുവിനെ കൃത്യമായിട്ട് അറിഞ്ഞ ആളാണ് ബോധാനന്ദ സ്വാമി, അല്ലെ? ബോധാനന്ദ സ്വാമി അതിനും നമുക്ക് കൃത്യമായിട്ട് തെളിവ് തന്നിട്ടില്ലേ? ഇപ്പൊ നമ്മളുടെ കളവുങ്കോടത്ത് നമ്മളെല്ലാരും മിക്കവാറും പറയുന്നതാണ് കണ്ണാടി പ്രതിഷ്ഠ എന്നല്ലേ. ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടിയുടെ പുറകിലെ പ്രസം ചുരണ്ടി അവിടെ പ്രതിഷ്ഠിച്ച, പിന്നീട് അവിടെയും ബോധാനന്ദ സ്വാമി അർദ്ധനാരീശ്വരനെ പ്രതിഷ്ഠിച്ച കളവുംകുടം അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം വിശ്രമിക്കുമ്പോൾ ബോധാനന്ദ സ്വാമിയുടെ
ഗുരുവും വിശ്രമിക്കുന്നു. ബോധാനസ്വാമിക്ക് അടുത്ത് ഒരു സ്ഥലത്തിരുന്ന് വിശ്രമിക്കുമ്പോൾ അവിടുത്തെ ഭക്തർ വന്നിട്ട് ഒരു പ്രാർത്ഥന വേണം, ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞ ആവശ്യം ഗുരുവിന്റെ അടുക്ക് ഉന്നയിക്കുമ്പോൾ ബോധാനന്ദ സ്വാമി കൊണ്ട് ഒരു പ്രാർത്ഥന എഴുതിച്ച് കൊടുക്കുന്നുണ്ട്. ബോധാനന്ദ സ്വാമി കൃത്യമായിട്ട് നമ്മളൊക്കെ ചൊല്ലാറുള്ളതാണ് ഈശ്വര പ്രാർത്ഥന, അല്ലെ? ബോധാനന്ദ സ്വാമി എഴുതിയ ധ്യാനത്തിൽ എന്റെ ഹൃദയം ലയമാർന്നിടട്ടെ എന്ന് തുടങ്ങുന്ന ആ ഒരു ഈശ്വര പ്രാർത്ഥന ബോധാനന്ദ സ്വാമി കൃത്യമായിട്ട് എഴുതി തരുന്നുണ്ട്. ആ ഈശ്വര പ്രാർത്ഥനയ്ക്കകത്ത് തുടക്കം തന്നെ ബോധാനന്ദ സ്വാമി ഇങ്ങനെ എഴുതുന്നു: മാനത്ത് മൂഴിയിലും ആഴിയിലും പ്രകാശമാനസ്വരൂപമോട് കൂടി നിറഞ്ഞു നിത്യം ആനന്ദ പൂർണ്ണനില പൂണ്ടരുളും വിഭോ നിൻ ധ്യാനത്തിൽ എന്റെ ഹൃദയം ലയമാർന്നിടട്ടെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈശ്വര പ്രാർത്ഥന. അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് പിന്നീട് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട്: കൈവല്യമായ വഴി കാട്ടി വിശിഷ്ട ഭക്തി കൈവന്നിവന് പൊരുളാൽ ഇരുളാകെ നീക്കാൻ ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ച്, അല്ലെ? ഇന്നത്തെ നമ്മളുടെ വേദികളിലൊക്കെ വന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനായ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവായ ഗുരുവര്യനെ വരച്ചെന്നോ, അല്ലെ SNDP കാരനായ ഗുരുവര്യനെ വരച്ചെന്നോ, അങ്ങനെ ഒന്നുമല്ല പറഞ്ഞു. ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ച് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നില്ലേ? ആ ഗുരുവിന്റെ അടുത്ത് തന്നെ ഇരുന്ന് എഴുതിയ ബോധാനന്ദ സ്വാമി അങ്ങോട്ട് തന്നെ നോക്കിയിട്ടല്ലായിരിക്കുമോ പറഞ്ഞത്? നിത്യം ശിവന്റെ തിരുനാമം ഉരപ്പവൻ, അല്ലെ? ശിവലിംഗദാസ് സ്വാമിയോടൊപ്പം ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച, ഗുരുവിന്റെ ഏറ്റവും കൂടുതൽ വാത്സല്യം അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ബോധാനന്ദ സ്വാമിക്ക് ഗുരുവിനെ ശിവസ്വരൂപത്തിൽ കാണാൻ കഴിയില്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടല്ലേ കൃത്യമായിട്ട് അങ്ങനെ തന്നെ അതിനകത്ത് എഴുതി വെച്ചത്: നിത്യം ശിവന്റെ തിരുനാമമുരപ്പവൻ സത്യം പുനർജനനമില്ലിതു നിർവിവാദം മുക്തിക്ക് മറ്റു വഴി എന്തിനു തേടിടുന്നു ഭക്ത്യാവചിക്ക കരണത്രേ ശുദ്ധിപൂർവം എന്ന് നമുക്ക് പറഞ്ഞു തന്നില്ലേ? അതും കഴിഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ നമ്മളുടെ മനസ്സൊക്കെ എങ്ങനെ ആയിരിക്കണമെന്നും കൂടി ബോധാനന്ദ സ്വാമി അതിനകത്ത് പറഞ്ഞു തരുന്നില്ലേ? എന്നാൽ ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാളും ഏൽക്കരുത് ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരി ജനങ്ങൾ പോലും, അല്ലെ? അവിടെ കൊണ്ട് നിർത്തിയില്ല. എന്നാകണം മമ മനസ്സ് ജഗസ്വരൂപ എന്ന്, അല്ലെ? മമ വൈരി നന്നാവണമെന്ന് അല്ല അവിടെ പറയുന്നത്. അവര് നന്നാവണമെന്ന് നമുക്ക് നമ്മുടെ മനസ്സ് അങ്ങനെ ആയിരിക്കണം, അല്ലെ? അവർക്ക് നല്ലത് വരുവാൻ പ്രാർത്ഥിക്കുന്ന മനസ്സ്, അല്ലെ? നല്ലത് ചെയ്യുവാൻ പ്രവർത്തിക്കുന്ന മനസ്സ് നമുക്കുണ്ടാവണമെന്ന് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ബോധാനന്ദ സ്വാമി. അങ്ങനെ ഗുരുവിനെ അറിഞ്ഞ ഗുരുവിന്റെ സന്യസ്ത ശിഷ്യന്മാര് ചൈതന്യസ്വാമി ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ഇപ്പൊ ഇതിന്റെ നമ്മളുടെ ഈ ക്ലാസ്സിന്റെ ഒക്കെ ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ ചെല്ലുന്നുണ്ട്. ഗുരുവിനെ അറിഞ്ഞത് കൊണ്ടല്ലേ ചൈതന്യസ്വാമിക്ക് ഗുരുപുഷ്പാഞ്ജലി മന്ത്രം എഴുതാൻ പറ്റിയേ? ഗുരു ജീവിച്ചിരുന്നപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഗുരുവിനെ നമ്മൾ പഠിക്കേണ്ടത്. ഇതൊക്കെ ഇവരൊക്കെ ചെയ്തതെല്ലാം ഗുരു ജീവിച്ചിരുന്ന സമയത്താണ്. ഗുരു ഇതിനെ ഒന്നും നിരാകരിച്ചിട്ടില്ല, ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഗുരുവിനെ ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമ, ഓം മനുഷ്യ വിഗ്രഹായ നമ, അല്ലേ? ഓം സംസാര താപ ശമനായ നമ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴേ ശ്രീനാരായണ ഗുരുദേവന് തീർച്ചയായിട്ടും പറയാം, ഇല്ല ഇങ്ങനൊന്നും അല്ല കേട്ടോ, ഞാൻ സാമൂഹിക പരിഷ്കർത്താവാണ് എന്നൊക്കെ വേണേൽ പറയാം. ഇതൊന്നും പറഞ്ഞില്ല. അങ്ങനെയായിരുന്നു ഗുരുവിന്റെ സന്യസ്ത ശിഷ്യന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ഗുരുവിന്റെ ആ ഒരു സ്വരൂപം നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഇനി സന്യസ്ത ശിഷ്യന്മാര് അവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് ഗൃഹസ്ഥരിലോട്ട് വരാം. നമുക്ക് ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പറഞ്ഞാലും പറഞ്ഞില്ലേ പോലും നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്ത ഒരാളാണ് മഹാകവി കുമാരനാശാൻ, അല്ലെ? തീർച്ചയായിട്ടും മഹാകവി കുമാരനാശാനെ നമ്മൾ പഠിക്കണം. ഗുരുവിനൊപ്പം നമുക്ക് പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മഹാകവി കുമാരനാശാൻ. 1873 ജനിക്കുന്നു. ഏതാണ്ട് 18 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ആദ്യമായിട്ട് 1891 ശ്രീനാരായണ ഗുരുദേവനുമായിട്ട് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത്. കായിക്കര കുമാരനാശാന്റെ വീട്ടിൽ വെച്ച് തന്നെ ആണ് ഗുരുവും കുമാരനാശാനും തമ്മിലുള്ള ആദ്യ സമാഗമം എന്ന് നമുക്ക് പറയാം. പിന്നീട് 1893 കോലത്തുകരയിലെ പ്രതിഷ്ഠയുമായിട്ടൊക്കെ അനുബന്ധിച്ച് അവിടെ വെച്ചിട്ട് നമ്മൾ കേട്ട ചരിത്രമൊക്കെ ഉണ്ട്. കുമാരനാശാനും ഗുരുവും തമ്മിൽ
ഒരു സമസ്യ ഗുരു അവതരിപ്പിക്കുന്നു. അതിന് പൂരണം നടത്തിക്കൊണ്ട് ഗുരുവിനൊപ്പം ചേർന്ന കുമാരനാശാൻ. നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിന്റെ കാലത്തിന്റെ ഓരോ കാലങ്ങളിലും നടന്ന കാര്യങ്ങളാണ് അല്ലെ. കോലത്ത് എരക്കുടി കൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ കാലൻ കനിവറ്റു കുറിച്ചു വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുത് എന്ന പൂരണവുമായിട്ട് ആ സമസ്യ പൂരണം ചെയ്തുകൊണ്ട് ഗുരുവിനൊപ്പം കൂടി 1895 അങ്ങനെ ഒപ്പം കൂടിയ കുമാരനാശാനെയും കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട്. 1895 ഡോക്ടർ പൽപുവിന്റെ അടുത്ത് കൊണ്ട് സംസ്കൃതവും ഇംഗ്ലീഷും പഠിക്കുവാനായിട്ട് ശ്രീ ചാമരാജ യൂണിവേഴ്സിറ്റി അവിടെ കൊണ്ട് ചേർത്ത് പഠിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനുണ്ട്. അതുകൊണ്ടായിരിക്കാമല്ലോ ഗുരുപാദ ദശകത്തിൽ കുമാരനാശാൻ ഇങ്ങനെ എഴുതിയത്: മാതാവേ പോൽ മനസ്സിൽ കരുണ, ജനകനെ പോലവേ ക്ഷേമചിന്ത. അല്ലേ? ഗുരുവിന്റെ കൂടെ കൂട്ടിയിട്ട് ഗുരു ഒരു ഒരു കാവ്യമൊക്കെ കൊടുത്ത് ഒരു സന്യാസിയായി കൂടെ കൂട്ടി പൂജ ചെയ്യിക്കുവോ അല്ല മറ്റു കാര്യങ്ങൾ ചെയ്യുവാനോ അല്ല കുമാരനാശാനെ നിയോഗിച്ചത്. നമ്മൾ ഗുരുവിനെ അങ്ങനെയൊക്കെ പഠിക്കണം. ഗുരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഒന്നും ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഗുരുവിന്റെ എല്ലാ കാര്യങ്ങളും. കുമാരനാശാനെ കൊണ്ട് ബാംഗ്ലൂരിൽ ഗുരുവും കൂടെ പോയിട്ട് അവിടെ കൊണ്ട് ഡോക്ടർ പൽപുവിനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടെയും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുമാരനാശാനെ പറ്റി പഠിക്കുമ്പോൾ. ഇന്നിപ്പോ നമുക്കിവിടെ കൊറോണയൊക്കെ വന്ന പോലെ അന്ന് അവിടെ പ്ലേഗ് ബാധിച്ച് മൊത്തം ലോക്ക്ഡൌൺ ഒക്കെ ആവുകയും അവിടുന്ന് മദ്രാസിൽ പോയി കുറച്ചു നാൾ നിൽക്കുകയും തിരിച്ച് അരുവിപ്പുറത്ത് വരികയും വീണ്ടും അവിടുന്ന് കൊൽക്കത്തയിൽ അയച്ച് അതിന്റെ ഹയർ സ്റ്റഡീസ് പോലെ ഈ സംസ്കൃതവും ഇംഗ്ലീഷും പഠിപ്പിക്കുവാൻ അയക്കുന്നതും ഒക്കെ ചരിത്രമാണ്. 1900 തിരിച്ച് കുമാരനാശാൻ സ്ഥലത്തെത്തുന്നുണ്ട്, അരുവിപ്പുറത്തെത്തുന്നുണ്ട്. 1903 SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറുന്നു. 1905 കുമാരനാശാനെ നമ്മുടെ ശാരദാ മഠത്തിന്റെ നിർമ്മാണ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് 1905 കുമാരനാശാനെ നിയോഗിക്കുന്നുണ്ട്. 1906 നമ്മുടെ തലശ്ശേരിയിൽ ജ്ഞാനോദയ യോഗം, തലശ്ശേരിയിലെ ക്ഷേത്രത്തിന്റെ കുറ്റിയടിച്ചതിന് ശേഷമൊക്കെ അവിടെ ജ്ഞാനോദയ യോഗവുമായിട്ട് ബന്ധപ്പെട്ട ആ തലശ്ശേരിയുടെ മണ്ണിൽ എല്ലാ സ്ഥലങ്ങളിലും ഗ്രാമാന്തരങ്ങളിൽ പ്രഭാഷണം നടത്തുവാനും പ്രസംഗങ്ങൾ നടത്തുവാനും ഒക്കെ ആയിട്ട് കുമാരനാശാനെ അയക്കുന്നുണ്ട്. ഇന്ന് ജ്ഞാനോദയ യോഗത്തിന്റെ പേരിലാണ് അവിടെയുള്ള ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വലിയ സംവിധാനമായിട്ട് അതിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കുമാരനാശാന്റെ ഒരു വലിയ ഈ SNDP യോഗത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ പ്രയത്നം, ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പറയുന്ന പോലെയുള്ള വളരെ വലിയ പ്രയത്നം കുമാരനാശാന്റെയും അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് 1907-8 കാലഘട്ടങ്ങളിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാണ്. അങ്ങനെ നിരവധി പരിപാടികൾ, ഒരു കാര്യം മാത്രമല്ല, നിരവധി കാര്യങ്ങളിൽ കുമാരനാശാൻ ഇൻവോൾവ് ആണ്. അതോടൊപ്പം തന്നെ കവിതകൾ, വീണപൂവ് അടക്കമുള്ള കവിതകളും ഒക്കെ രചിക്കുന്ന ഒരു കാലഘട്ടവും കൂടി ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. അങ്ങനെ അരിയപ്പുറത്തൊക്കെയുള്ള സമയത്താണ് ശ്രീനാരായണ ഗുരു, അതായത് കുമാരനാശാൻ ഭക്തവിലാപം എന്ന് പറഞ്ഞിട്ട് ഒരു കൃതി എഴുതുന്നുണ്ട്. 64ഓളം ശ്ലോകങ്ങളാണ് കണ്ടുകിട്ടിയിട്ടുള്ളത്. 64ഓളം ശ്ലോകങ്ങളുള്ള ഭക്തവിലാപം സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്, സ്തോത്രകൃതിയാണ്. കുമാരനാശാൻ എഴുതിയ സ്തോത്രകൃതിയാണ്. ഇതിന്റെ 1-ാമത്തെ ശ്ലോകത്തിൽ കൃത്യമായിട്ട് കുമാരനാശാൻ പറയുന്നുണ്ട്: അണകവിയുന്ന അഴലാഴിയാഴമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലോ എന്ന് കൃത്യമായിട്ട് പേര് സഹിതം പറഞ്ഞിട്ട്. അല്ലാതെ നമുക്ക് ഇപ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ മടിയാണ്. പക്ഷേ കുമാരനാശാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. കുമാരനാശാൻ വളരെ കൃത്യമായിട്ട് പേര് സഹിതം പറഞ്ഞു: അണകവിയുന്ന അഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലോ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതിനുശേഷം സുബ്രഹ്മണ്യനെ തന്നെ സ്തുതിച്ചുകൊണ്ട് ഒരു സുബ്രഹ്മണ്യ ശതകവും കൂടി എഴുതിയിട്ടുണ്ട്. 100 ശ്ലോകങ്ങൾ അടങ്ങുന്ന ഒരു സുബ്രഹ്മണ്യ ശതകം. ആ ശതകത്തിന്റെ 1-ാമത്തെ ശ്ലോകത്തിൽ കൃത്യമായിട്ട് കുമാരനാശാൻ ഈ വരി തന്നെ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്: നിങ്ങൾ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചോളൂ, പക്ഷേ നാരായണ ഗുരു നായകനാണ് എന്റെ ദൈവം എന്ന് കുമാരനാശാൻ അറിഞ്ഞ് അനുഭവിച്ചത് കൊണ്ടായിരിക്കുമല്ലോ.
അങ്ങനെ പറയുന്നത്. അല്ലാതെ ചുമ്മാതെ പറയാൻ പറ്റൂ? ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ അതിന് ശേഷം ശാങ്കര ശതകം എന്ന് പറഞ്ഞിട്ട് ഒരു കൃതി എഴുതുന്നുണ്ട്. അതും സ്തോത്രകൃതിയാണ്. ആദ്യ കാലങ്ങളിൽ എഴുതിയ സ്തോത്രകൃതികളിൽ ഒന്നാണ് ശാങ്കര ശതകം. അതിനകത്തും വളരെ കൃത്യമായിട്ട് പേര് സഹിതം കേട്ടോ, കുമാരനാശാൻ എല്ലാം പറഞ്ഞിട്ടുള്ളതെല്ലാം പേര് സഹിതം. അതാണ് അതിന്റെ ഒരു വേറെ പ്രത്യേകത. ഭാവനീയ ഭഗവാൻ ഭവാംബുധൗ നാവികൻ നിപുണ നാണു നാമകൻ ഭാവി ഭവ്യ ഭയനാശ മൂലമൻ ജീവദേശികൻ എനിക്കു ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഈ ശാങ്കര ശതകത്തിന്റെ ആദ്യ ശ്ലോകത്തിൽ, ബാക്കി 99 എണ്ണവും ശിവനെ കുറിച്ചാണെങ്കിൽ ആദ്യത്തെ ശ്ലോകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നാണു നാമകൻ ജീവദേശികൻ എനിക്കു ദൈവമേ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. 1910 ആയപ്പോൾ ഗുരുവിന് 54-ാം ജന്മദിനം സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കൃതി എഴുതിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അവർ, പക്ഷെ അതിനകത്തും വളരെ കൃത്യമായിട്ട് പറയുന്നില്ലേ, നമിക്കുവിൻ സഹജരെ നിയതമീ ഗുരുപാദം നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ എന്നാ ചോദിക്കുന്നത്. അല്ലാതെ നമുക്കിതിൽ പരം SNDP യോഗത്തിന്റെ പ്രസിഡന്റ് എന്നല്ല ചോദിച്ചത്, സാമൂഹിക പരിഷ്കർത്താവ് എന്നല്ല ചോദിച്ചത്, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ എന്ന് തന്നെയാണ് ചോദിച്ചത്. ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ കുലത്തിന്, ഗുരുഭക്തി ഇല്ലാതാർക്കും കുശലമാമോ എന്നാ ചോദിച്ചത്. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് കുമാരനാശാൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ കുമാരനാശാനെ പഠിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് കുമാരനാശാൻ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ചൊല്ലുന്ന ഗുരുസ്തവം, ആദ്യം ഗുരു എന്ന പേരിലായിരുന്നു ഗുരുസ്തവം എഴുതപ്പെട്ടത്. അതിനുശേഷം അത് സമാജസ്തുതി എന്ന പേരിലോട്ട് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് ഗുരുസ്തവം എന്ന പേരിൽ നമ്മളിപ്പം ചൊല്ലുന്ന നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു കൃതി, അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നില്ലേ, ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന്. കൃത്യമല്ലേ? ആരാധ്യൻ അത് ഓർത്തിയിടുകിൽ ഞങ്ങൾക്ക് അവിടുന്ന നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി എന്നും പറയുന്നില്ല. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് പഠിക്കാൻ കഴിയണം. ഇങ്ങനെ നമുക്ക് പഠിക്കാൻ കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന കുമാരനാശാനും ബോധാനന്ദ സ്വാമി ഇവരെല്ലാം ഗുരുവിനൊപ്പം, ഗുരുവിന്റെ കൂടെ, അല്ലെ, ഗുരുവിന്റെ സന്തത സഹചാരിയായിട്ട് നടന്ന ആളുകളല്ലേ. ഇനിയും കുമാരനാശാൻ ഇത് മാത്രമാണോ ചെയ്തത്? 1916 ഗുരുസ്തവമൊക്കെ എഴുതുന്നത് ഗുരുവിന്റെ ഷഷ്ടി പൂർത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അതിന് എഴുതി കൊടുത്ത കൃതിയാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ഈ ഷഷ്ടി പൂർത്തി ആ ഒരു കാലയളവിൽ അരുവിപ്പുറത്ത്, അല്ല, നമ്മുടെ കോലത്തുകരയിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ഒരു ഫോട്ടോ ഇപ്പോഴും അവിടെയുണ്ട്. ക്ഷേത്രത്തിൽ നമ്മൾ നിവേദ്യം വെച്ച് പൂജിക്കുന്ന അതേ രീതിയിൽ എന്നും ഇപ്പോഴും ഇന്ന് രാവിലെയും ഇന്ന് വൈകിട്ടും വരെ അവിടെ നിവേദ്യം വെച്ച് പൂജിച്ചുകൊണ്ട് ഗുരുവിന്റെ ഒരു ഫോട്ടോ, ഗുരുവിന്റെ ആദ്യ ക്ഷേത്രം എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം അവിടെ കുമാരനാശാനാണ് ആ ഫോട്ടോ പ്രതിഷ്ഠിച്ചത്. അങ്ങനെ ഒരു കാര്യം കൂടി കുമാരനാശാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഗുരു ജീവിച്ചിരുന്നപ്പോഴാണ് ഇത് ചെയ്തത്. ഗുരു ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഗുരുവിനെ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? ഇങ്ങനെ തന്നെ പഠിക്കണം. ഗുരു ഇതിനെല്ലാം അനുവാദം നൽകിയിട്ടുണ്ടെന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം. അല്ലാതെ ഗുരു ഇങ്ങനൊന്നും വേണ്ട എന്നൊന്നും ഗുരു എങ്ങും പറഞ്ഞിട്ടില്ല. തലശ്ശേരിയിൽ ബോധാനന്ദ സ്വാമി ഗുരുവിന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച ആ വിഗ്രഹം ഗുരു നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ വിഗ്രഹമൊന്നും വെക്കണ്ടെന്നൊന്നും ഗുരു പറഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെയാണ് ഗുരുവിനെ പഠിക്കേണ്ടത്. കുമാരനാശാൻ അല്ലേ, കുമാരനാശാനെ ഈ പറയുന്ന പോലെ കുമാരനാശാനെ പറ്റി നമ്മൾ പറയുമ്പോൾ കുമാരനാശാൻ മഹാകവിയാണ് എന്നൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുമെന്നല്ലാതെ അതിനപ്പുറത്തോട്ട് കുമാരനാശാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയും കൂടി നമ്മൾ പഠിക്കണം. ഒരു മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ആളോ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയോ മാത്രമായിരുന്നില്ല കുമാരനാശാൻ. കുമാരനാശാനെ നമ്മൾ പഠിക്കുമ്പോൾ കുമാരനാശാൻ ധാരാളം ബിസിനസ്സുകാരായിരുന്നു. ശാരദാ ബുക്ക് ഡിപ്പോ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തക അച്ചടിശാല സ്വന്തമായിട്ടുണ്ടായിരുന്ന ആളാണ്. ആലുവയില് ചെങ്ങമ്മനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ടൈൽ ഫാക്ടറി,
ഓട് ഫാക്ടറി ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ഒരു ബിസിനസ്സുകാരനായിരുന്നു, പ്രാസംഗികനായിരുന്നു. പല ലാംഗ്വേജുകളിൽ, ഇംഗ്ലീഷില്, സംസ്കൃതത്തില്, മലയാളത്തില് ഒക്കെ പ്രസംഗിക്കുവാൻ വളരെ പ്രാഗൽഭ്യമുള്ള ആളായിരുന്നു. അങ്ങനെ ധാരാളം കുമാരനാശാൻ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ മേഖലകളിലെല്ലാം ടോപ്പായിരുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കുമാരനാശാൻ. ആ കുമാരനാശാനാണ് ഗുരുവിനെ പറ്റി ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നത്. നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലോ എന്ന് ഉറക്കെ ഈ ലോകത്തിനോട് വിളിച്ചു പറയുവാൻ കുമാരനാശാന് സാധിച്ചു. നമുക്കൊക്കെ അതിപ്പോഴും സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനിയും ഉണ്ട്, നമുക്ക് വളരെ വിശിഷ്ടങ്ങളായ വ്യക്തിത്വങ്ങളെ നമുക്ക് അറിയാൻ പറ്റും ഗുരുവിനെ പറ്റി. ഗുരുവിനോട് ഒരു എന്താ പറയുന്നത്, ഗുരുവിനെ ഈശ്വരനായിട്ട് കണ്ട് നമ്മളെ എല്ലായിടത്തും നമ്മൾ കേട്ടിട്ടുള്ള ഒരാളാണ്. നിരീശ്വരവാദികളുടെ ഏറ്റവും ടോപ്പ്, അങ്ങേയറ്റത്തെ ഒന്നാമത്തെ ആളെന്ന് ഒരുപക്ഷെ അന്ന് ആ കാലങ്ങളിൽ വിശേഷിപ്പിച്ച ഒരാളാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ കെ അയ്യപ്പൻ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകം എഴുതിയപ്പോൾ സയൻസ് ദശകം എഴുതിയ ആളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറഞ്ഞപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെ എന്ന് പറഞ്ഞ പ്രചരിപ്പിച്ച ആളാണ് സഹോദരൻ അയ്യപ്പൻ. ഏത് കാര്യം ചെയ്താലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഗുരുവിന്റെ ശിഷ്യന്മാർ വന്നിട്ട് ഗുരുവിന്റെ അടുക്ക പറയുന്നുണ്ട്, സഹോദരൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഗുരു സഹോദരനും ബോധാനന്ദ സ്വാമിക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു കമന്റ് പറഞ്ഞു. സഹോദരന്റെ പ്രവൃത്തിയിൽ ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞ ഗുരു, സഹോദരന്റെ പ്രവൃത്തിയിലാണ് ഈശ്വരനുള്ളത്, അല്ലാതെ നമ്മളൊക്കെ വിളിക്കുന്ന പോലെ അവിടെ മാലയിട്ട് പൂജിച്ച് അങ്ങനെയൊന്നും വേണ്ട. സഹോദരന്റെ പ്രവൃത്തിയിൽ ഈശ്വരനുണ്ട് എന്ന് ഗുരു അന്ന് അനുഗ്രഹിച്ച സഹോദരൻ അയ്യപ്പൻ. ഗുരു മഹാസമാധി ആയപ്പോൾ ഒരു സമാധി ഗാനം നമ്മളിപ്പോഴും മഹാസമാധി മന്ദിരത്തിലായാലും എല്ലായിടത്തും, എല്ലാ ശാഖകളിലും എവിടൊക്കെ മഹാസമാധി ദിനാചരണം നടക്കുന്നു അവിടൊക്കെ മഹാസമാധി ദിനത്തിൽ ചൊല്ലുന്ന ഒരു ഗാനമുണ്ട്, സമാധി ഗാനം. സഹോദരൻ അയ്യപ്പൻ എഴുതിയ സമാധി ഗാനം. ജര രുച മൃതി ഭയമേഴാശ്രിത യശോ നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു ജയനാരായണ ഗുരുസ്വാമിൻ ദേവ ജയ ഭഗവാനെ എന്ന് തന്നെയാ വിളിച്ചത്. അല്ലാതെ നമ്മൾ മുമ്പേ പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവെന്നോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല വിളിച്ചത്. ജയ ഭഗവാനെ ജയ ജഗദ്ഗുരു എന്ന് കൃത്യമായിട്ട് സഹോദരൻ അയ്യപ്പൻ ആ സമാധി ഗാനത്തിൽ എഴുതി. ആ സഹോദരൻ അയ്യപ്പൻ തന്നെ വേറൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, എന്റെ സകല യുക്തിവാദങ്ങളും ഞാൻ മാറ്റിവെക്കാം, എന്റെ ഗുരുസ്വാമിയെ മാറ്റിവെക്കുവാൻ എനിക്കാവില്ല എന്ന് സഹോദരൻ അയ്യപ്പൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിരീശ്വരവാദിയുടെ ഒന്നാമത്തെ ആളാ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അങ്ങനെ പഠിക്കണം. ഇനി ഇവരെല്ലാം ഗുരുവുമായിട്ട് ചേർന്ന് അല്ലെ ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണെന്ന് പറയാം. ഇനിയും ഗുരുവിനൊപ്പം അല്ലാത്ത ഒരാളുണ്ട്. ശിവഗിരിയിൽ 1922 സന്ദർശനം നടത്തിയ ഒരു ലോകം കണ്ട ഒരു വളരെ എന്താ പറയാ പ്രശസ്തനായ പ്രഗത്ഭനായ ഒരു വ്യക്തിയുണ്ട്, രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം കേരളക്കാരനല്ല. ഗുരുവിനെ ഈ പറഞ്ഞ പോലുള്ള എന്താ പറയാ മുൻ പരിചയങ്ങളോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഗുരുവിനെ സന്ദർശിക്കുവാനായി ശിവഗിരിയിലെത്തി 1922. അങ്ങനെ ഗുരുവിനെ സന്ദർശിക്കുവാൻ 1922 എത്തിയ രവീന്ദ്രനാഥ ടാഗോർ സന്ദർശനത്തിന് ശേഷം മടങ്ങിപ്പോകുന്നതിന് മുമ്പായിട്ട് ശിവഗിരിയുടെ ഡയറിയിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചു. ശിവഗിരിയുടെ സന്ദർശന ഡയറിയിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ശിവഗിരിയിൽ സന്ദർശന ഡയറി ഒക്കെ. വലിയ വലിയ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇപ്പോഴും അവരുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി വെക്കും. അന്ന് ധാരാളം ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു സന്ദർശന ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ രവീന്ദ്രനാഥ ടാഗോർ കുറിച്ചിട്ടു, കൊൽക്കത്തയിൽ നിന്ന് വന്ന രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് നമ്മൾ കരുതണം. അദ്ദേഹത്തിന് ആ സമയത്ത്, അതായത് 1922 ശിവഗിരിയിൽ എത്തുമ്പോൾ അതിന് ഒരു 9 വർഷം മുന്നേ 1913 ഗീതാഞ്ജലി എന്ന കവിതയ്ക്ക് നൊബേൽ സമ്മാനം നേടിയ, ഇന്നത്തെ കാലത്ത് നമ്മൾ VVIP എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ്. 9 വർഷം മുന്നാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഏഷ്യയിൽ ആദ്യത്തെ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ്. അങ്ങനെ ഒരു VVIP ആയിട്ടാണ് രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ എത്തുന്നത്. രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയുടെ ഡയറിയിൽ കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ
വ്യത്യസ്ത ഭാഗങ്ങളിൽ പര്യടനം നടത്തി വരികയാണ്. ഇതിനിടയിൽ നിരവധി സിദ്ധന്മാരെയും സന്യാസിമാരെയും മഹർഷിമാരെയും കാണുവാനുള്ള അപൂർവമായ ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. അദ്ദേഹം എഴുതി വെക്കുന്ന കേട്ടോ, ഇതൊക്കെ കൃത്യമാണ്. ഇതെല്ലാം അവിടെ ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണ് അല്ലേ. ഞാനൊരു കാര്യം ഇവിടെ തുറന്ന് സമ്മതിക്കട്ടെ, അല്ലെ തുറന്നു പറയട്ടെ. മലയാളത്തിലെ സ്വാമി നാരായണ ഗുരുവിനേക്കാൾ ആത്മീയതയിൽ മഹത്തായ ഒരാളെ അവിടെ കൊണ്ട് നിർത്തി. സ്വാമി നാരായണ ഗുരുവിനേക്കാൾ ആത്മീയതയിൽ മഹത്തായ ഒരാളെ, അല്ലെങ്കിൽ ഗുരുവിനോട് തുല്യനായ ഒരാളെ പോലും എനിക്ക് ഇതേവരെ കാണാൻ സാധിച്ചിട്ടില്ല എന്ന് രവീന്ദ്രനാഥ ടാഗോർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈശ്വര ചൈതന്യം തുളുമ്പുന്ന ആ മുഖ തേജസ്, നമ്മളെ ബോധാനന്ദ സ്വാമിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ കണ്ണിലേക്ക് നോക്കിയിട്ട് വീണുപോയ അവസ്ഥ, ആ ഒരു അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന യോഗനയനങ്ങൾ രവീന്ദ്രനാഥ ടാഗോർ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു. ഈശ്വര ചൈതന്യം തുളുമ്പുന്ന മുഖകാന്തിയും അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന ആ യോഗ നയനങ്ങളും എനിക്ക് ഒരു കാലത്തും മറക്കുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ, കൊൽക്കത്തക്കാരൻ. ഈ കൊൽക്കത്തയിലുള്ള ആളാണ് വിവേകാനന്ദ സ്വാമി. രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്ന ആളുകളാണ്, ഇവർ തമ്മിൽ അറിയാവുന്ന ആളുകളാണ്. അങ്ങനെയുള്ള വിവേകാനന്ദ സ്വാമിയുടെ നാട്ടിൽ നിന്ന് ശിവഗിരിയിലെത്തി, കേരളത്തിലെത്തി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതാണ്, ശ്രീനാരായണ ഗുരുവിനോട് തുല്യനായ ഒരാളെ, ഗുരുവിനേക്കാൾ ആത്മീയതയിൽ മഹത്തായ ഒരാളെ കണ്ടിട്ടില്ല. അതല്ല, ഗുരുവിനോട് തുല്യനായ ഒരാളെ പോലും എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല എന്ന് രവീന്ദ്രനാഥ ടാഗോർ പറയണമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഔന്നിത്യം എവിടം വരെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒപ്പം മറ്റൊരു വ്യക്തിയും കൂടി നമ്മളുടെ അന്ന് ശിവഗിരിയിൽ എത്തുന്നുണ്ട്. ദീനബന്ധു CF ആൻഡ്രൂസ്, ഒരു തത്വചിന്തകനാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹവും ഈ നാട്ടുകാരനൊന്നും അല്ല, CF ആൻഡ്രൂസ്. അദ്ദേഹവും ഇവിടെ വന്നിട്ട് അവിടുത്തെ ഡയറിയിൽ രവീന്ദ്രനാഥ ടാഗോറിന് ശേഷം അടുത്ത പേജിൽ അദ്ദേഹവും ഗുരുവിനെ എങ്ങനെ കണ്ടു എന്ന് അവിടെ കുറിച്ചിട്ടിട്ടുണ്ട് കൃത്യമായിട്ട്. ഞാൻ സാമൂഹിക പരിഷ്കർത്താവിനെ എന്നല്ല പറഞ്ഞു, ഞാൻ രാഷ്ട്രീയക്കാരനെ എന്നല്ല പറഞ്ഞ്, SNDP യോഗത്തിന്റെ ആളെ എന്നല്ല പറഞ്ഞ്, ശിവഗിരിയുടെ മഠാധിപതിയെ കണ്ടെന്നല്ല പറഞ്ഞ്, ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് വിജയിച്ചരുളുന്ന നാരായണ ഗുരു അല്ലാതെ മറ്റാരുമല്ല എന്ന് കൃത്യമായിട്ട് ആ ചിന്തകന് അവിടെ എഴുതി വെക്കാൻ സാധിച്ചു. നമ്മളിതൊക്കെ തിരിച്ചറിയണ്ടേ, നമ്മളിതൊക്കെ പഠിക്കണ്ടേ. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ഗുരുവിന്റെ സ്വരൂപത്തെ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. ഇനിയും നമുക്ക് ഇതൊക്കെ ആണെങ്കിലും ഇന്ന് രാവിലെ ആണെങ്കിൽ പോലും ഒരു മെസ്സേജ് ഞാൻ വായിച്ചപ്പോഴേ അതിനകത്ത് ഗുരു പറഞ്ഞിട്ടുണ്ടോ ഗുരു ദൈവമാണെന്ന്, നീക്ക് എന്നായി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ സ്ഥിരം കേൾക്കുന്ന കേട്ടോ. അപ്പൊ അദ്ദേഹത്തിനുള്ള ഒരു മറുപടി എന്ന രീതിയിൽ ഗുരു പറഞ്ഞിട്ടുണ്ടോ ഗുരു ദൈവമാണെന്ന് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ. ഗുരു എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന്? ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗുരുദേവ കൃതിയിലൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഏതാണ്ട് 64ഓളം ഗുരുദേവ കൃതികൾ, ഏതാണ്ട് 33ഓളം സ്തോത്ര കൃതികൾ ഗുരു നമുക്കായിട്ട് രചിച്ചു തന്നിട്ടുണ്ട്. ശിവനെ കുറിച്ച്, സുബ്രഹ്മണ്യനെ കുറിച്ച്, ദേവിയെ കുറിച്ച്, വിനായകനെ കുറിച്ച്, ശ്രീകൃഷ്ണനെ കുറിച്ച്, അങ്ങനെ 33ഓളം സ്തോത്ര കൃതികൾ. ഈ സ്തോത്രകൃതികളൊക്കെ നമ്മൾ ചുമ്മാതെ ഒരു എന്താ പറയുക ഭയങ്കര ഭക്തിയുടെ ലഹരിയിൽ ചൊല്ലുന്ന തരത്തിലുള്ള സ്തോത്രകൃതികളൊന്നും അല്ല കേട്ടോ. നമ്മൾ ഗുരുദേവ കൃതികളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ധാരാളം ക്ലാസ്സുകൾ ഇവിടെ ഇപ്പൊ തന്നെ നമ്മളുടെ ഈ ചതയവുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ എല്ലാ മാസങ്ങളിലും ക്ലാസ് നടക്കുന്നതാണ്. ധാരാളം കൃതികളെ പറ്റിയിട്ടുള്ള വലിയ വലിയ ക്ലാസ്സുകളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഇതൊക്കെ ഒരു ഭക്തിയുടെ, നമ്മളിപ്പോ ഭക്തി കൃതി ചൊല്ലുന്ന രീതിയിലുള്ള കൃതികളൊന്നും ഗുരു എഴുതിയിട്ടില്ല. അങ്ങനത്തെ കൃതികളൊന്നും അല്ല, സ്തോത്ര കൃതികളാണ്. അതിനകത്ത് വർണ്ണനകളുണ്ട്, ദേവീദേവന്മാരെ വർണ്ണിക്കുന്ന തരത്തിലുള്ള കൃതികളൊക്കെ ഉണ്ടെങ്കിലും ഇതിനെല്ലാം ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഗുരുവിന്റെ എന്താ പറയുക പ്രയോഗങ്ങളെല്ലാം
വളരെ വ്യത്യസ്തമായിട്ടുള്ള, നമുക്ക് എന്താ പറയുന്നത്, ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് ആ നമ്മളുടെ ശരീരത്തിന് വ്യത്യാസം സംഭവിക്കുന്ന രീതിയിലുള്ള കൃതികളൊക്കെയാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് തന്നിട്ടുള്ള. ബാഹുലയാഷ്ടകമൊക്കെ അതിന് വളരെ വലിയ തെളിവാണ്. ബാഹുലയാഷ്ടകം, അതോടൊപ്പം തന്നെ കാളി നാടകം, അങ്ങനെ ഇഷ്ടം പോലെ എല്ലാ കൃതികളും, എല്ലാം നമ്മൾ ഓരോ കൃതികളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ആ കൃതികൾക്കുള്ളിൽ ഗുരു ഒളിപ്പിച്ചു വെച്ചേക്കുന്ന വളരെ സയന്റിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ അങ്ങനെ ഓരോ കൃതികളെ പഠിക്കുവാൻ ശ്രമിക്കണം. അതൊക്കെ ഗുരുദേവ കൃതികൾ പഠിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പഠിക്കാം. എന്റെ വിഷയത്തിൽ നിന്ന് ഞാൻ പോകുന്നില്ല. അങ്ങനെ സ്തോത്ര കൃതികൾ, പിന്നീട് ദാർശനിക കൃതികൾ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചു തന്നിട്ടുണ്ട്. ദർശനമാല അടക്കം ഏറ്റവും വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന ദർശനമാല അടക്കം, ആത്മോപദേശകം, ദൈവദശകം, അദ്വൈത ദീപിക, അങ്ങനെ ധാരാളം ദാർശനിക കൃതികൾ നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ തന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് പ്രബോധനാത്മക കൃതികൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോ ജാതി നിർണയം, ജാതി ലക്ഷണം, അങ്ങനെയൊക്കെ ഉള്ള ധാരാളം കൃതികൾ തന്നിട്ടുണ്ട്. അനുകമ്പ ദശകം അടക്കമുള്ള കൃതികൾ തന്നിട്ടുണ്ട്. പിന്നീടുള്ളത് തർജിമകളുണ്ട്. ഈശവാസ്യ ഉപനിഷത്ത് അടക്കമുള്ള തർജിമകൾ. പിന്നെ 5ഓളം ഗദ്യകൃതികൾ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് രചിച്ചു തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ, ഇപ്പൊ ഇവിടെയാണെങ്കിൽ തന്നെ നമ്മളുടെ പ്രാർത്ഥനയ്ക്കകത്തൊക്കെ ആദ്യം കുറെ കൃതികളും ഏറ്റവും അവസാനം ഗദ്യ പ്രാർത്ഥനയായ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും എന്ന് തുടങ്ങുന്ന ഗദ്യകൃതിയും ഒക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ സമർപ്പണത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഗദ്യകൃതി എല്ലാവരും ഒരു പക്ഷേ ചെല്ലാറുള്ള ഒരു കൃതിയാണ്. ഈ ഗദ്യകൃതിക്കകത്ത് ശ്രീനാരായണ ഗുരുദേവൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നാം ശരീരമല്ല അറിവാകുന്നു, ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കുമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പറയുന്നുണ്ട്. നാം ശരീരമല്ല അറിവാകുന്നു എന്നാണ് പറയുന്നത്. ഈ അറിവ് ഈശ്വരനാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നത്. അറിവെന്ന് പറഞ്ഞ തന്നെ ഒരു കൃതി നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആത്മോപദേശത്തിനകത്തും അറിവിനെയാണ് ഈശ്വരനാക്കി, ആ ദർശനമാണ് ഗുരു അവതരിപ്പിച്ചിട്ടുള്ളത്. അറിവാണ് ഈശ്വരൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് അതിന്റെ കാര്യങ്ങളെല്ലാം പോകുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നാം ശരീരമല്ല ആരാകുന്നു എന്നാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഗുരുവിനെ പഠിക്കുമ്പോൾ, ഗുരുദേവ കൃതികളെ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇനിയും അതിനും കഴിഞ്ഞിട്ട് ആത്മവിലാസം എന്ന് പറയുന്ന ഒരു കൃതി എഴുതി തന്നിട്ടുണ്ട്. അതും ഗദ്യകൃതിയാണ്, ആത്മവിലാസം. അതിനകത്തും വളരെ കൃത്യമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദൈവം കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും മൂക്കില്ലാതെ മണക്കുകയും നാവില്ലാതെ രുചിക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും ചെയ്യുന്ന ചിത് പുരുഷനാവുന്നു, നാം ദൈവത്തിന്റെ പ്രതിപുരുഷനാവുന്നു. ആ കൃതിയുടെ ഏറ്റവും അവസാനത്തോട്ട് വരുമ്പോൾ നാമും ദൈവവും ഒന്നായി പോകുന്നു എന്നും കൂടി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഗുരുവിനെ നമ്മൾ പഠിക്കുമ്പോൾ ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകളുടെ ആ ഒരു ഭാഗത്തോട്ടൊന്നും ഞാൻ പോയില്ല. അതൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ ഗുരു വളരെ കൃത്യമായിട്ട് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് നമ്മളെ വിശ്വാസത്തിന്റെ പടിയിൽ കയറ്റി. അതിനുശേഷം ശിവഗിരിയിൽ 1912 ശാരദാമഠം സ്ഥാപിച്ചതിലൂടെ, ഇല്ലേ, അവിടെ നിന്ന് വിശ്വാസത്തിൽ നിന്ന് അറിവിന്റെ ഒരു പടിയിലേക്ക് നമ്മളെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് അദ്വൈതത്തിലേക്ക് എത്തിക്കുന്ന അദ്വൈതാശ്രമ സ്ഥാപനത്തിലൂടെ. അങ്ങനെ ഗുരുവിനെ പഠിക്കുമ്പോൾ ഗുരുവിന്റെ ഒരു കാലത്ത് ഗുരുവിനെ പഠിക്കുമ്പോൾ ഗുരുവിന്റെ പ്രതിഷ്ഠകളൊക്കെ വളരെ വളരെ ഗുരുവിനെ ഞാനത് മുമ്പേ പറഞ്ഞത്, നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്ത് മാനിന്റെ കൊമ്പ് പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ എടുത്ത് കളഞ്ഞു വീക്ക്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എങ്കിലും ഒരു മാനിന്റെ കൊമ്പ് എടുത്ത് പ്രതിഷ്ഠ നടത്തുക എന്ന് പറയുമ്പോൾ ആലോചിച്ച്, ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഇതാണ് ഇവിടെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ആ ഗുരുവിന്റെ ആ ഒരു അന്നത്തെ കാലത്ത് നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ അന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? സത്യം, ധർമ്മം, ദയാശാന്തി എന്ന് എഴുതിയിട്ടുള്ള ഫലകം പ്രതിഷ്ഠിക്കുന്നത് ചിന്തിക്കാൻ പറ്റുമോ? കണ്ണാടിയുടെ പുറകിലെ പ്രസം ചുരണ്ടി ഓം എന്ന് എഴുതിയിട്ട് പ്രതിഷ്ഠിക്കുന്നത്, വിളക്ക് കത്തിച്ച് വെച്ച് പ്രതിഷ്ഠ നടത്തുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഗുരു നമ്മളെ കൂട്ടിക്കൊണ്ടു പോയിട്ടുള്ളത്. അങ്ങനെയുള്ള ഗുരുവിനെയാണ് ആ ഗുരുവിന്റെ സ്വരൂപമാണ് നമ്മൾ അറിയേണ്ടത്.
ഇതിങ്ങനെ നമ്മൾ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഉള്ളത്. ഇനിയും ആത്മോപദേശത്തിനകത്ത് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നില്ലേ, ഇര മുതലായവ എന്നും ഇപ്രകാരം വരും, ഇനിയും വരവറ്റ് നിൽപ്പതേകം അറിവത് നാം അത് തന്നെ, മറ്റും എല്ലാവരും ഇത് തൻ വടിവാർന്ന് നിന്നിടുന്നുവെന്ന് പറഞ്ഞു തരുന്ന ആത്മോപദേശത്തിനകത്ത് ആ വരിയൊക്കെ ഇല്ലേ. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നില്ലേ ഗുരു ആരാണെന്ന്. നാം ശരീരമല്ല അറിവാകുന്നു, അറിവ് ഈശ്വരനാണെന്ന് വേറൊരിടത്ത് പറയുന്നു. അപ്പൊ നാം ശരീരമല്ല ഈശ്വരനാകുന്നു എന്ന് തന്നെയല്ലേ പറയുക. അങ്ങനെ പഠിക്കുവാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. എനിക്ക് തോന്നുന്നു എൻ്റെ സമയം ഏകദേശമൊക്കെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. 11 ഒക്കെ ആയി. ഇവിടെ 1 മണിക്കൂറാണ് എനിക്ക് സമയമുള്ളത്. അപ്പം ഈ ശിവഗിരിയിൽ വിശ്രമിക്കുന്ന ഒരു സമയത്ത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ വിശ്രമിക്കുന്ന സമയത്ത് ഗുരുവിന്റെ സശിഷ്യനായ ഇവിടെ ഡോക്ടർ പൽപുവിന്റെ മകൻ കൂടിയായിട്ടുള്ള നടരാജ ഗുരുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ജീവചരിത്രം എഴുതണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ആവശ്യവുമായിട്ട് ഗുരുവിന്റെ അടുക്ക വരുമ്പോൾ ഗുരു പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വേണോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗുരു ചോദിക്കുന്നത്. നമുക്കത് വായിക്കുമ്പോൾ നമുക്കത് അങ്ങനെയാ മനസ്സിലാവുന്നത് കേട്ടോ. നമ്മളുടെ ഒരു നാടൻ ഭാഷയിൽ പറയുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലാണ്. അപ്പം അതെ, തീർച്ചയായിട്ടും അത് വേണം സ്വാമി എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നടരാജ ഗുരുവിന്റെ അടുക്കല്, നമ്മളുടെ ചരിത്രം എഴുതിയാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലേ, ഇനി വരുന്നത് അവിശ്വാസികളുടെ കാലമാണെന്നും കൂടി അതിനോട് ചേർത്ത് ഗുരു പറയുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ജീവചരിത്രങ്ങളും ഒക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും അത് താരതമ്യപ്പെടുത്തി തന്നെ പഠിക്കുകയും വേണം. നമുക്ക് അറിവുണ്ട്, ആ അറിവ് തിരിച്ചറിയുന്ന രീതിയിലോട്ട് മാറ്റി നമുക്ക് പഠിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മളുടെ വീട്ടിലെ ഭിത്തിയിലോ അല്ലെങ്കിൽ മതിലിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളിടത്തൊന്നും അല്ല ഗുരുവിനെ പ്രതിഷ്ഠിക്കേണ്ടത്. ഗുരുവിനെ നമ്മളെ ഹൃദയത്തിൽ നമുക്ക് പ്രതിഷ്ഠിക്കുവാൻ സാധിക്കണം. ഗുരുവിനെ പഠിക്കുവാൻ ശ്രമിക്കണം. അതാണ് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയ സേവനം UK എല്ലാ സാരഥികൾക്കും, വിശിഷ്യ അതിന്റെ കൺവീനർ കൂടിയായ സജീഷ് ചേട്ടൻ, വൈജി ചേട്ടൻ അടക്കമുള്ള പ്രകാശ് ചേട്ടൻ, എല്ലാവർക്കും ഇന്ന് ഇവിടെ എന്നെ സ്വാഗതം ചെയ്ത ഗണേശ് ചേട്ടൻ അടക്കമുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, നമിക്കുവിൻ സഹചരെ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശ്രീനാരായണ ധർമ്മം എപ്പോഴും ജയിക്കട്ടെ. നന്ദി ശ്രീ അനി. അടുത്തതായി ഗുരുസ്തവമാണ് ആലപിക്കുന്നത് നോട്ടിങ്ങാമിൽ നിന്നും കുമാരി ശിവാനി സൂയിലാൽ. നമസ്തേ. ഒരു മിനിറ്റ് മോളെ, ഒരു മിനിറ്റ്. നമസ്തേ അനീഷേ. അനീഷ് ഇന്നത്തിലുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. ഒത്തിരി സന്തോഷം കേട്ടോ. നമസ്തേ. സോറി. ഏതായാലും നമുക്ക് ഈ ചതയദിന പ്രാർത്ഥന തുടങ്ങിയ ആരംഭം മുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. ഏതൊക്കെയായാലും നമ്മുടെ ഈ ആശ്രമമൊക്കെ വന്നതിന് ശേഷം ഞാൻ കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് അനീഷിനെ കണ്ടപ്പം ഞാൻ അനീഷിൻ്റെ അടുത്തൊന്ന് സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ ഇവിടെയും ഒരു പ്രാവശ്യം നിങ്ങളുടെ കുടുംബമായിട്ട് നമ്മുടെ ഈ ആശ്രമവും കാര്യങ്ങളും ഈ UK ഒക്കെ സന്ദർശിക്കണമെന്ന്. തീർച്ചയായിട്ടും ഇനി ഇതിൻ്റെ പ്രതിഷ്ഠയൊക്കെ വരുമ്പം തീർച്ചയായിട്ടും അനീഷിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ ഇവിടെ വേണം. ഗുരുപദം TV ഇപ്പം ഒരു പ്രോഗ്രാം ഈ മെയ് അടുത്ത ആഴ്ച നടക്കുന്നുണ്ട്. അതും ഒരു വിജയമാക്കുവാൻ അനീഷിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണം. ശ്രീനാരായണ ഗുരുദേവനെ ലോകം അറിയുവാൻ ഒരു എന്താണ് നമുക്കൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. അത് അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു 3-4-5-6 വർഷമായിട്ട് പരിചയം ഉള്ള നമ്മൾ കണ്ടുകൊണ്ട് ഗുരുപദം
ടി വി കാണാത്ത ഒരു ദിവസം പോലും എനിക്ക് തോന്നുന്നില്ല ഇതിനകത്തുള്ള ആളുകളുണ്ടോയെന്ന്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ എന്താണ് മനക്കച്ചിറ പ്രഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത്രയൊക്കെ ഒരു ഒരു ലോകമെമ്പാടും ഈ ഗുരുപദം ടി വി എത്തിക്കുവാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് കേട്ടോ അനീഷെ. എന്തായാലും അനീഷിനും എല്ലാവിധ സപ്പോർട്ടും, ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഗുരുദേവനെ ലോകം അറിയിക്കുന്ന ഒരു ഇതായിട്ട് മാറ്റാം. ഒത്തിരി സന്തോഷം. താങ്ക് യു. നമസ്തേ.